നമസ്കാരം. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ സമയം. ഞാനിവിടെ ഹാജർ വെച്ചിട്ടുണ്ട് ശാലിനി. അതെ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചർമാർ ചോദിക്കുമല്ലോ എന്താവാൻ ആഗ്രഹം എന്ന്. അപ്പൊ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞിരുന്നതാണ് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ടീച്ചർ ആവണം. അധികം പഠിക്കാത്ത പിള്ളേരൊക്കെ പറയും ബികോമോ BA ഒക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഡിഗ്രി ഒന്ന് കടന്നു കൂടണം, അതിനുശേഷം കഴിയുമെങ്കിൽ സിനിമയിലൊരു ചാൻസ് ഒക്കെ കിട്ടിയ എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ ഒരു കുറവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലം മാറി. ഇപ്പൊ 2016 ഇപ്പൊ സിനിമയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗുകാരുടെ ചാകരയാണ്. അതിലൊരാളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു. സച്ചിൻ വാര്യർ, വെൽക്കം ടു റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ്. താങ്ക് യു, അടിപൊളി, താങ്ക് യു. അല്ല, ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഹാപ്പൻ ടു യുവർ എഞ്ചിനീയറിംഗ് ബിരുദം? എഞ്ചിനീയറിംഗ് ബിരുദം ഇപ്പോഴും വീട്ടിൽ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് വെച്ചൊരു 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. ഇപ്പൊ പതുക്കെ ജോലിയൊക്കെ വിട്ട് ഇൻടു മ്യൂസിക്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ കയ്യില്? പിന്നെ എല്ലാം സേഫ് ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ആവശ്യം വന്നാലോ ഇൻ ഫ്യൂച്ചറിൽ സിനിമയുടെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ആവശ്യം വന്നാലോ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ സ്പോട്ട്ലൈറ്റിൽ സച്ചിൻ വന്നിരിക്കുന്ന ഒരു പാട്ടുകാരൻ എന്നുള്ള ലേബലല്ലേ? അതെ, യെസ്. ഇപ്പൊ വന്നിരിക്കുന്ന പക്ഷെ പാട്ടുകാരനായിട്ടല്ല കേട്ടോ. അല്ല, പാട്ടുകാരനാണെന്ന് പറയാം. പാട്ടുകാരനുമാണ്. പക്ഷെ ഇപ്പൊ ഒരു പുതിയ ഫിലിം ആനന്ദം എന്ന ഫിലിമിന്റെ പേര് മൈ ഫസ്റ്റ് ഫിലിം ആസ് എ കമ്പോസർ. അതിനും കൂടി പറയാനായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. എന്തൊരു എളിമ. അത് മാത്രല്ല കേട്ടോ, ഒരു പാട്ടിന്റെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. അയ്യോ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ആവശ്യം വന്നപ്പോൾ എഴുതി പോയതാണ്. വേണോന്ന് വെച്ചിട്ടല്ല, പറ്റിപ്പോയതാണ്. അതെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ആനന്ദത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ വർക്ക്സ്. വെരി എക്സൈറ്റഡ്. എത്ര വയസ്സുണ്ട് സച്ചിന്? 27 ആയി. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നല്ലേ മനസ്സിൽ വിചാരിച്ചേ? അങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ, എല്ലാരും ഇങ്ങനെ പറയാറില്ലല്ലോ. 27 ആയി എന്നല്ലേ പറഞ്ഞത്? ഈ 27 വയസ്സിൽ ഇത്രയും ലേബൽസ് ഒക്കെ, ഇത്രയും ടൈറ്റിൽസ് ഒക്കെ തലയിൽ കൊണ്ടു നടക്കുമ്പോ ഒരു ഭാരമൊക്കെ തോന്നണില്ലേ? ഇല്ല, രസമല്ലേ ഇതൊക്കെ? ഓരോന്നൊക്കെ ചെയ്തു വരുന്നു. നമ്മൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇത് നടക്കുന്നുണ്ട്, ഇത് കുഴപ്പമില്ല, ഇത് നല്ലതാണെന്നൊക്കെ തോന്നി ഓരോന്നൊക്കെ എടുക്കുന്നു, ഓരോന്ന് പറ്റുന്നതൊക്കെ ചെയ്യുന്നു, പറ്റാത്തതൊക്കെ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെയാണ്. ഇതുപോലെ നന്നായിട്ട് സംസാരിക്കോ? ഇതുവരെ കുഴപ്പമില്ല അല്ലേ? കാണാനും അത്യാവശ്യം ജാങ്കോ ഒക്കെയാണ് കേട്ടോ. താങ്ക് യു. ഇപ്പോഴത്തെ ഫ്രീക്കന്മാരുടെ ഒരു ലുക്ക് ഒക്കെ ഉണ്ടല്ലോ, അതാണിപ്പോ. എന്നെ കണ്ട അങ്ങനെ തോന്നിയോ? നീറ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? ആ താടി, ഊശാന്താടി, അത് കുറച്ച് കൂടി പോയല്ലേ? മീശ വെട്ടിയപ്പോ പോയതാണോ അതോ? അത് ഇന്നലെ വരെ ഫുൾ താടി മീശയൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ റേഡിയോയിലേക്ക് ഞാൻ എന്തിനാ ഷേവ് ചെയ്തിട്ട്, എന്നാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് വൃത്തിയായിട്ട് ഇറങ്ങിയതാ. എന്താ പറയാ, ഒരു പെൺകുട്ടി ഇരുന്നിട്ടല്ലേ ഷോ ചെയ്യണം, അപ്പൊ പിന്നെ കാണിക്കാനും കൂടി. For you, yes, this is for you. എനിക്ക് ഗിറ്റാറിൽ ഇത് മാത്രമേ വായിക്കാറുള്ളൂ, അതുകൊണ്ട് ഞാനത് മാത്രം വായിച്ച് നിർത്തുകയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, സച്ചിൻ ഇങ്ങനെ വെറുങ്ങയുടെ വന്നിരിക്കണേ ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിരിക്കണേ. പിന്നെ തുടങ്ങിയാലോ ഐശ്വര്യമായിട്ട് സ്പോട്ട്ലൈറ്റ്. ഏറ്റവും ഇഷ്ടമുള്ള കോമ്പോസിഷൻ ഏതാ ചെയ്തത്? ഫിലിമിൽ ചെയ്തത് ആനന്ദത്തില് നിലാവിലെല്ലാമേ എന്ന് പറഞ്ഞൊരു ഒരു സോങ് ഉണ്ട്. അതാണ് ഈ ഫിലിമിലേക്ക് വേണ്ടി ആദ്യം ചെയ്ത ഒരു പാട്ട്. നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കമ്പോസ് ചെയ്തൊരു ട്യൂൺ ഈ പാട്ടായിരുന്നു. ഒന്ന് വായിച്ചേ. ഓക്കെ. നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ, മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം, അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ. സച്ചിന്റെ വോയിസിനോടൊപ്പം തന്നെ രമ്യ രമേശിന്റെ വോയിസും ഭയങ്കരമായിട്ട് എല്ലാരും പറഞ്ഞത്, ക്രിട്ടിക്സ് ഒക്കെ പറഞ്ഞിരുന്നത്. കാരണം കുറച്ചുകൂടി ആ ബാരിറ്റോൺ. അയ്യോ, കോമഡി ഒരു കമന്റ് ആണ്. അതായത് യൂട്യൂബിൽ ഇറങ്ങി ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് യൂട്യൂബിൽ ഓരോ കമന്റ് വരുമ്പോൾ ഇങ്ങനെ ഓരോ വ്യൂ ഞാൻ കാണുന്നുണ്ട്, ഓരോന്ന് അപ്ഡേറ്റ് ആവുന്നു, ഞാനിങ്ങനെ റിഫ്രഷ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാളുടെ കമന്റ്, ദ ഫീമെയിൽ വോയിസ് ഇസ് മോർ മാൻലി ദാൻ ദ മെയിൽ വോയിസ്. തീർന്നു. ഞാനതും കേട്ട് ഇങ്ങനെ പക്ഷെ ആ പാട്ടിന്റെ ഒരു എനിക്ക് തോന്നുന്ന യുണീക്നെസ്സും അത് ആസ് എ കോമ്പോസിഷൻ നോക്കുമ്പോൾ അങ്ങനെ പാടിയതാണ്. ആ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോഴും എല്ലാം കൊണ്ടും സൂട്ടായി വന്നതാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ കുറച്ച് മിസ്റ്ററി ഉണ്ടല്ലേ? ഇതാണ് വിനീതന്റെ അടുത്ത് അന്ന് പറഞ്ഞത്, ഒരു മിസ്റ്ററി ഉണ്ട്, അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതെ, അയ്യോ ഇപ്പോഴും ചിരിക്കാറുണ്ടോ അത് ഓർത്തിട്ട്? സത്യം പറ, തകർന്നു പോയോ കേട്ടപ്പോ? കുറച്ച് ചെറുതായിട്ട് ഞാൻ ഒന്ന് രമ്യയെ വിളിച്ചു, ഇങ്ങനെയൊക്കെ ഒരു കമന്റ് കാണുന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു. രമ്യം കുറേ നേരം ചിരിച്ചു. രമ്യക്ക് ഇതൊക്കെ യൂസ്ഡ് ആയിരുന്നു തോന്നുന്നു. ഞാൻ എന്റെ ഫസ്റ്റ് സോങ് ഒക്കെ അല്ല, അപ്പൊ ഞാനിങ്ങനെ കേട്ടാകെ തകർന്നിരിക്കായിരുന്നു. പിന്നെ യൂസ്ഡ് ആയി. പിന്നെ കുറെ പേര് പറഞ്ഞു ഹസ്കി വോയിസ് ആണ്, സ്ട്രെങ്ത് ഇല്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴും കുഴപ്പമില്ല. ഐ മീൻ എന്റെ വോയിസ് ഇങ്ങനെയാണ്. എന്താ ചെയ്യാ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെയ്തിരുന്നോ കുറച്ച് മാൻലി ആവാനായിട്ട്? ഇല്ല, അങ്ങനെ വരില്ലല്ലോ, നമ്മൾ ഉള്ള വോയിസ് അല്ലേ, ഉള്ളതല്ലേ പുറത്ത് വരുള്ളൂ. മുത്തുച്ചിപ്പക്ക് വാങ്ങിച്ച പ്രതിഫലം ഒന്നും ഞാൻ ചോദിക്കണ്ടല്ലോ. ഇല്ല, അതൊരു ചെറിയ വളരെ ഷാനേട്ടനും വിനീതനും മനസ്സറിഞ്ഞ് കുറച്ച് തന്നു. നീ വെച്ചോടാ അല്ലേ, നീ നന്നായി വരുന്നുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് കിട്ടിയ ആ ഒരു പ്രതിഫലം വെച്ചിട്ട് അതിന് എത്ര ടൈംസ് കൂടിയിട്ടുണ്ട് ഇപ്പൊ ആനന്ദത്തില്? ചുമ്മാ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആട്ടോ. തട്ടൻമരത്തിലെ സിംഗർ മാത്രമായിരുന്നു ഞാൻ. ആനന്ദ
ആനന്ദത്തില് കമ്പോസറാണ്, അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ തട്ടത്തിൻ മരത്തിൽ ഒരു പാട്ടേ പാടിയുള്ളൂ, ആനന്ദത്തിൽ 5 പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസം. എന്നാലും തട്ടത്തിൽ ഒരു പാട്ടേ പാടിയുള്ളൂ, ഇതിലും ഒരു പാട്ടിൽ ആനന്ദത്തിൽ ഒരു പാട്ടിലേ പാടിയുള്ളൂ. അങ്ങനെ പാട്ട് വെച്ച് നോക്കുമ്പോ പാട്ടിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ എനിക്ക് തന്നെ പൈസ കൊടുക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ എനിക്ക് തന്നെ അതാ വിളിച്ചോളും മോനെ നന്നായിട്ട് വരുന്നു പറഞ്ഞിട്ട്. പക്ഷെ തട്ടത്തിൻ മരത്തിലൂടെയാണോ അപ്പൊ സച്ചിന്റെ തലവര മാറി കിട്ടിയത്? ഡെഫിനറ്റ്ലി ആണ്. തട്ടത്തിൻ മരത്ത് നമ്മുടെ കുറെ പേരുടെ കരിയറിൽ അതൊരു ഭയങ്കര ബ്ലെസ്ഡ് ഫിലിം ആയിരുന്നു. ഇപ്പം ലുക്കിംഗ് ബാക്ക് അത് നോക്കുമ്പോഴേ അത് എല്ലാം കൊണ്ടും ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും ഒത്തു വന്ന് അതിന്റെ ഷൂട്ടിനും ഒരു പ്രോസസിനും ഒരു തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഭയങ്കര നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് കിട്ടി. ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിച്ചൊരു സിനിമയാണ് തട്ടത്തിൻ മരത്ത്. അതിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടു പോയ ആരാ? ഡെഫിനറ്റ്ലി നിവിനേട്ടനല്ലേ. രക്ഷപ്പെടുന്ന പറയാൻ പറ്റില്ല, നിവിനേട്ടൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷേ ആ ഫിലിം അതിനൊരു റീസൺ ആയിരുന്നു മാത്രമാണ്. നിവിനേട്ടൻ ഇപ്പം ഹ്യൂജ് വേറൊരു ലീഗിലാണ്. കണ്ട ഹായൊക്കെ പറയാറില്ലേ? പിന്നെ അയ്യോ ഇപ്പോഴും നമ്മള് ആനന്ദത്തിന്റെ ലോഞ്ച് നടന്നത് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ സക്സസ് ഫംഗ്ഷന്റെ അന്നാണ്. അപ്പൊ അന്ന് കണ്ട് സംസാരിച്ചിരുന്നു. പൂജയുടെ അന്ന് നിവിനേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നിവിനേട്ടൻ അറിയുന്നുണ്ട്. ഇതിന്റെ ട്രെയിലറും സോങ്സും ഒക്കെ നിവിനേട്ടൻ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഹ്യൂജ് ഇൻസ്പിറേഷൻ. സച്ചിൻ പഠിച്ച കോളേജിൽ തന്നെയല്ലേ? പക്ഷേ കോളേജിൽ വെച്ച് കണ്ടിട്ടില്ല. മലർവാടിയിൽ പരിചയപ്പെട്ടപ്പോഴാണ് ഒരേ കോളേജിലാണെന്ന് അറിഞ്ഞത്. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴേക്കും നിവിനേട്ടൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കണതല്ല, ആ കോളേജ് ഇപ്പൊ പരസ്യം ചെയ്യണം നിങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ? ഇവിടെ പഠിച്ച നന്നാവും. അങ്ങനെയൊക്കെയാണ്. യെസ്. ഏതാ കോളേജ്? ഫിസാഡ് ആണ്. ഫിസാഡ് എഞ്ചിനീയറിംഗ് കോളേജ് അങ്കമാലി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പറയണം. ചേർന്ന് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവാൻ പറ്റില്ല, പക്ഷെ സിനിമയിൽ സ്റ്റാർ ആവാം. എഞ്ചിനീയർ ആവാട്ടോ. ഞാനൊരു 3 വർഷം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ അതും നടക്കും, എല്ലാം നടക്കുവാണ്. 2 in 1 ആണ്, എല്ലാം കിട്ടും. ഇതല്ലെങ്കിൽ അത്. അതെ. ഈ അടുത്തൊരു ഇത് വായിച്ചു. MBBS പഠിക്കാൻ പോയ ഡോക്ടർ മാത്രമേ ആയിട്ടുള്ളൂ, പക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ലോകത്ത് പലതും ആയിട്ടുള്ളത്. അത് സത്യമാണ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ടും ഈ സമയം വരെ സച്ചിന്റെ പേരൊന്ന് വിളിച്ച് ഞാൻ കേട്ടില്ല. ഹായ് ശാലിനി, ഹൗ യു? സച്ചിൻ പെൺകുട്ടികളുടെ പേര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ട് എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആകെ ഒരു സിനിമയിലല്ലേ പെൺകുട്ടികളുടെ പേര് വിളിച്ചിട്ടുള്ളൂ. ഒന്ന് വിളിച്ചേ. വരവായി നീ ആയിഷ, വരവായി നീ ശാലിനി. നന്നായിട്ടുണ്ട്. മീറ്ററിലുള്ള പേരാണ്. പറഞ്ഞേ, സച്ചിന്റെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പെൺകുട്ടികളാന്ന് തോന്നുന്നു അല്ലെ ഈ സ്വീറ്റ് വോയിസിന്? അല്ലേ അല്ലേ? പറഞ്ഞോ, സത്യം പറഞ്ഞോ? എനിക്ക് സത്യം പറ. ആയിരിക്കും അല്ലേ? ഞാനങ്ങനെ കറക്റ്റ് കണക്കൊന്നും എടുത്തിട്ടില്ല. നോക്കുമ്പോൾ ഇറങ്ങുമ്പോ എല്ലാരും കൂടെ പാടുന്നുണ്ട്, എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് നൈസ്. 2 കാറ്റഗറിയിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശാലിനിയുടെ കാര്യം പറ. ശാലിനിക്ക് എന്താ തോന്നുന്നത്? എനിക്കെന്ത് തോന്നാനാ, എന്നെ അല്ലല്ലോ ആരാധകർ. എന്നാലും ഈക്വൽ ആയിട്ടല്ലേ, നമുക്ക് അങ്ങനെ സെപ്പറേഷൻ ഒന്നും. ഫേസ്ബുക്കിൽ പേജ് ഉണ്ടോ? ഉണ്ട്, ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്. പ്രൊപ്പോസൽസ് ഒക്കെ വരുമോ? ഇടയ്ക്കൊക്കെ കേട്ടോ, ഇടയ്ക്ക് 1-2 പേര് അയക്കാൻ. പക്ഷെ അങ്ങനെ അധികം ഒന്നുമില്ല. നമ്മൾ ഈ എല്ലാവരും പറയാറുള്ള ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് 1-2 പേര് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഒരു 3-4 മെസ്സേജ് കഴിയുമ്പോൾ 1-2 പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിക്കണെന്ന് പറ. ഇത് തന്നെ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് വിൽ യു മാരി മീ, ഐ ലൈക്ക് ടു മാരി യു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും ഒരു സ്മൈലി മാത്രമായിട്ട് ഞാൻ ഒതുക്കും. ആ പേജിന്റെ പാസ്വേഡ് നോട്ടെ. തരൂല. സത്യം പറ. ഇത്രേ പറയാനുള്ളൂ. അങ്ങനെ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഐ ടെൽ ദം ടു പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്. താങ്ക്സ് ഫോർ ലൈക്കിംഗ് മൈ സോങ്സ്. മ്യൂസിക്കിനോടുള്ള ഇഷ്ടത്തിന് താങ്ക് യു എന്ന് പറയാറുണ്ട്. ആരെങ്കിലും ഗ്ലാമറാന്നൊക്കെ പറയാറുണ്ടോ? അതും ഇടയ്ക്ക് ശാലിനി കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ? ഞാനിപ്പോ പറഞ്ഞു, വന്നപ്പോ പറഞ്ഞില്ലേ? അയ്യോ ഞാനിവിടെ മൈക്കോണായിരുന്നില്ല. അല്ല, കഷ്ടമായി പോയി. ഒന്നാമത്തെ കാര്യം ഞാനിവിടെ വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഞാൻ പാട്ട് പാടിയതൊക്കെ വെറുതെ വരവായി നീ ശാലിനി എന്നൊക്കെ പാടിയത് വെറുതെ. ശരി പറ, എന്താ സിനിമയിൽ അഭിനയിച്ച? സിനിമയിൽ അയ്യോ അഭിനയം വേറെ. നല്ല ലുക്ക് ഉണ്ടെങ്കിൽ അത് താങ്ക് യു. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കാര്യമാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ആനന്ദത്തിന്റെ ഡയറക്ടർ ഇല്ലേ, ഗണേഷ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ച. അപ്പൊ അവനൊരു ഷോർട്ട് ഫിലിമിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ട് ചെയ്യാൻ. അപ്പൊ ഞാനിൽ അഭിനയിക്കുമെന്നൊക്കെ അവൻ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പോയി ട്രൈ ചെയ്തു. 1 ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നേ വിട്ടാണ് അഭിനയം എന്നുള്ള കാര്യമൊക്കെ. അവൻ ആ ഷോർട്ട് ഫിലിം വേറെ ആൾക്കാരെ വെച്ചെടുത്തു. കാശ് പോയത് മിച്ചം. ഇല്ല, കാശൊന്നും പോയില്ല. അന്ന് സ്വന്തം സെൽഫ് ഷോട്ട് ആയിരുന്നല്ലോ, നമ്മുടെ തന്നെ ബഡ്ജറ്റിൽ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ ആദ്യ ദിവസം തന്നെ ഒരു 2 സീൻ എടുത്തപ്പോഴേക്കും ഇത് വേണോടാ. അവൻ പറഞ്ഞു വേണ്ട എന്ന് ഞാൻ വീട്ടിൽ പോയി. ആഗ്രഹമുണ്ട്? ഇല്ല, ആഗ്രഹമില്ല. അവൻ പറഞ്ഞോണ്ട് മാത്രം ട്രൈ ചെയ്തു. അന്നത്തോടുകൂടി ഉള്ള ആഗ്രഹം പോയി കിട്ടി. ഗണേഷിനെ വിളിച്ച് ചോദിക്കണം ആര് പറഞ്ഞിട്ട് എടുത്തതെന്ന്. സച്ചിൻ വാര്യർ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ഒരേ ഒരു സിനിമയുള്ളൂ, ഇപ്പൊ ആനന്ദം. അതിന് മുന്നേ തട്ടത്തിൻ മറയത്ത്. അതിൽ സച്ചിൻ ഇഷ്ടമുള്ള പാട്ട് തട്ടത്തിൻ മറയത്തെ പെണ്ണെ. ആ പാട്ടിനെ കുറിച്ച് കേൾക്കുമ്പോ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു വാക്യം, അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ്. അങ്ങനെ തോന്നണില്ലേ? നമ്മുടെ പാട്ടിനെ പറ്റി നമ്മൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ശരി പോട്ടെ, എന്നാ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ ഞാനൊരു കോട്ടോ ഒരു സ്റ്റേറ്റ്മെന്റോ ഒക്കെ പറയാം. അത് കേൾക്കുമ്പോ ഏത് പാട്ടാ ഓർമ്മ വരണെന്ന് പറയണം. പറഞ്ഞാ പോരാ, പാടണം. ഈ ഗിറ്റാറിൽ പ്ലേ ചെയ്യാൻ വേണം. അറിയുന്ന പാട്ടാണെങ്കിൽ ഗിറ്റാറിൽ പ്ലേ ചെയ്യാം. ശരി. ശബ്ദ കോലാഹലം ഇത് കേൾക്കുമ്പോ പെട്ടെന്നൊന്നും ഓർമ്മ വരില്ല. പക്ഷെ പാട്ടിലുണ്ട്, ചില പാട്ടിൽ ജസ്റ്റ് നോയ്സ് എന്ന് തോന്നാറുണ്ട് പല പാട്ടിലും. പക്ഷെ പെട്ടെന്ന് അത് പാടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ശബ്ദ കോലാഹലമായി മാറുന്നത്. ശരി, വെറുതെ മ്യൂസിക് ഇട്ടാലും മതി.
പാറയില് ചിരട്ടോർച്ച പോലെ എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ ഒരു പാട്ടിനെ പറ്റി പറയാൻ പാടും. ഇല്ലല്ലോ. സ്വന്തമായിട്ട് പാടിയ പാട്ടുകൾ ഏതെങ്കിലും കേൾക്കുമ്പോ എന്റെ പിന്നെ ഫീമെയിൽ വോയിസിനേക്കാളും ഫീമെയിൽ ആയിട്ടുള്ള വോയിസ് ആണല്ലോ എന്റെ. അപ്പൊ പിന്നെ ഒരിക്കലും വരില്ല. ഒരിക്കലും കേട്ട ഉറക്കം വരുന്ന പാട്ടേതാ? लुका छुपी बहुत हुई सामने आ जाना कहाँ कहाँ ढूंढा तुझे थक गई है अब तेरी माँ. വെരി ഗുഡ്. വരികൾ കംപ്ലീറ്റ് അറിയുന്ന പാട്ടേതാ? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പഴയ പാട്ടുകൾ വലിയ ഇഷ്ടാ? മലയാളത്തിലെ റഫീ സാഹിബിന്റെയും കിഷോർദയുടെ ഹിന്ദി പാട്ടിലൊക്കെ ഇഷ്ടമാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ ഇതും ഒരു പാട്ടോ, ഇങ്ങനെ ഒരു പാട്ടോ എന്നൊക്കെ തോന്നില്ലേ? ചില പാട്ടുകൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെയും പാട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടല്ല, ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇസ് ദിസ് ഓൾസോ പോസിബിൾ, മ്യൂസിക്കലി ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരുപാട് പാട്ടിലുണ്ടായിട്ടുണ്ട്. ചിന്ന ചിന്ന ആസെ ചിറകടിക്കും ആസെ മുത്ത് മുത്ത് ആസെ മുടിந்து வைத்த ஆசை. വെരി ഗുഡ്. താങ്ക് യു. ലാസ്റ്റ്, ഇത് പാട്ടാണോ അതോ കൂത്താണോ എന്ന് തോന്നുന്ന പാട്ടുകൾ ഉണ്ടാവില്ലേ? കൂത്തെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ എല്ലാം പോസിറ്റീവ് ആട്ടോ, വളരെ പോസിറ്റീവ്. പിസ്ത സുമാക്കിറ ആ പാട്ട് എപ്പ പാടിയ ഒരു എവിടുന്ന് ഒരു മാഡ്നെസ് അങ്ങ് കയറും. നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത ഒരു എനർജി. അടങ്ങ് എന്നിട്ട് പാട്. ഒരുമിച്ച് പാടാം. ആർക്കും പാടാൻ പറ്റിയ ഒരു പിച്ചും ഒന്നും പ്രശ്നമില്ല, ആർക്കും വേണ്ടി കയറി പാടാം. ഇതൊക്കെ ലൈവിലൊക്കെ അത് ഇറങ്ങിയ സമയത്ത് പാടുന്ന സമയത്ത് കുറെ പുകയും പൊടിയും മാത്രമേ കാണുള്ളൂ. ഓഡിയൻസ് അത്രയും ക്രേസി ആവും ഈ പാട്ട്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. മോറൽ ഓഫ് ദി സ്റ്റോറി എനിക്കും പാടാം സച്ചിനും പാടാം. അതാണ് അത്രയുള്ളൂ. സ്വന്തം കാറിലല്ലേ വന്നിരിക്കണേ? അതെ. യെസ് ഓർ നോ പറഞ്ഞാൽ മതി കേട്ടോ. യെസ്. സ്വന്തം കാറിൽ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യണ പാട്ട് ഞാൻ പാടിയതാണ്. യെസ് ഓർ നോ? നോ, ഒട്ടും. പിന്നെ ഞാനെന്താ എന്റെ കാലത്ത് മനോഹരമായി പാടുന്നവർ ഞാൻ എന്റെ പാട്ട് കേൾക്കും. ഒരിക്കലും ഇല്ല. ഞാൻ ഇറങ്ങുമ്പോ നോക്കുമായിരുന്നു പ്ലേലിസ്റ്റ്. എന്റെ ഫോണിൽ പോലും എന്റെ ഒരു പാട്ട് പോലും. എന്റെ പാട്ട് ഞാൻ റേഡിയോയിൽ കേൾക്കുമ്പോ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മുഴുകിയിരിക്കാറുണ്ട്, ഓപ്ഷൻ ബി പുളകം കൊള്ളാറുണ്ട്. നല്ല രണ്ട് ഓപ്ഷൻസ് ആണല്ലോ. ഇതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വികാരമുണ്ട്. കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. അങ്ങനല്ല, രണ്ടെണ്ണം പറഞ്ഞ രണ്ടെണ്ണം ഏതെങ്കിലും പറഞ്ഞോ. ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ. പുളകം കൊള്ളുമ്പോ രോമാഞ്ചം വരും, മുഴുകിയിരിക്കുമ്പോ അതുണ്ടാവില്ല. ഞാൻ മുഴുകിയിരിക്കാറുണ്ട്. എല്ലാവർക്കും സന്തോഷമാണ്. റേഡിയോസിലൊക്കെ നമ്മുടെ പാട്ട് വിളിക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. മുഴുകിയിരിക്കാറുണ്ട്, പുളകം കൊള്ളാറുണ്ട്. ഇതെന്താണ് മുഴുകിയിരുന്നുകൊണ്ട് പുളകം കൊള്ളാറുണ്ട് പോരെ? ഓക്കെ. നല്ല ഡയറക്ടേഴ്സ് വിളിച്ചാൽ ഞാൻ സിനിമയിൽ അഭിനയിക്കും. യെസ് ഓർ നോ? നോ. ഞാനൊരു സുന്ദരനാണ്. യെസ് ഓർ നോ? യെസ് അല്ലേ? ഹൈ, എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ പറയണ്ടേ? ഞാൻ നോ എന്ന് പറഞ്ഞാലോ? എന്തായാലും യെസ് തന്നെ പറയും പ്ലീസ്. പാട്ട് പഠിക്കാത്തവർക്കും ടെക്നോളജി ഉപയോഗിച്ച് സിനിമയിൽ പാടാം. യെസ് ഓർ നോ? പാട്ട് പഠിക്കാത്തവർക്ക് ഓക്കെ, പാട്ട് പഠിക്കണം എന്നുള്ളൊരു നെസസിറ്റി അല്ല പഠിക്കാൻ. പക്ഷെ പാട്ടിനോട് ഒരു ടേസ്റ്റും ഒരു ഞാൻ എസ് ഒന്നല്ല ചോദിച്ചത്. എന്താ ചോദ്യം? യെസ് ആണോ നോ ആണോ? പാട്ട് പഠിക്കാത്തവർക്കും ടെക്നോളജി ഉപയോഗിച്ച് സിനിമയിൽ പാടാം. യെസ് ഓർ നോ? യെസ്, ഡെഫിനറ്റ്ലി യെസ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ഞാൻ? പാട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. 3 വർഷം. പുതിയ ജനറേഷൻ ഗായകരിൽ ടോപ്പിൽ നിൽക്കുന്നത് വിജയ് യേശുദാസ് ആണ്. യെസ് ഓർ നോ? അബ്സല്യൂട്ട്ലി യെസ്. വിജയ് യേശുദാസ് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. യെസ് ഓർ നോ? നോ. പിന്നാരാ? കൊറേ പേരില്ലേ? അയ്യോ എന്തൊരു വിനയോ. പിന്നെ എത്ര പേരുണ്ട്? വിജയ് യേശുദാസ് കഴിഞ്ഞാൽ പിന്നെ സച്ചിൻ. നല്ല ലിസ്റ്റ്. കേൾക്കാനും സുഖല്ലേ? കേൾക്കാനൊക്കെ കൊള്ളാം, അടിപൊളിയുണ്ട്. പാട്ട് പാടും, മ്യൂസിക് കമ്പോസ് ചെയ്യും, ലിറിക്സ് കൈകാര്യം ചെയ്യും. മ്യൂസിക്കിൽ ഞാനൊരു സകലകലാ വല്ലഭനാണ്. നേരത്തെ പറഞ്ഞു ഇതൊക്കെ ആവശ്യം കൊണ്ട് മാത്രം ചെയ്തു പോകുന്നതാണ്. ലിറിക്സ് ചെയ്തതൊക്കെ പ്രത്യേകിച്ചും. യെസ് ഓർ നോ പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ. നോ, ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സകലകലാ വല്ലഭനാവുള്ളൂ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പറയാണ് സച്ചിൻ ഒരു സകലകലാ വല്ലഭനാണെന്ന് പറഞ്ഞാൽ സച്ചിൻ യെസ് പറയോ? സച്ചിന് സന്തോഷാവോ? പിന്നെ അതിപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും ശാലിനിയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, അല്ലെങ്കിൽ ശാലിനിയെ കാണാൻ ഭയങ്കര എല്ലാം ചെയ്യാൻ പറ്റും, ശാലിനിക്ക് ഭയങ്കര കഴിവുണ്ടെന്ന് പറയാൻ സന്തോഷാവില്ലേ? അതുള്ളതല്ലേ? അല്ല, സന്തോഷാവില്ലേ? യെസ് ഓർ നോ? സന്തോഷമാണ്, പിന്നെ അതുള്ളതാണല്ലോ. പിന്നെന്താ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു സിനിമയിലുണ്ട്. യെസ് ഓർ നോ? ഇല്ല, നോ. പക്ഷെ സൂട്ട് ആവേണ്ടിരുന്നിട്ടുണ്ട്. പോയി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പാട്ട് പാടാൻ നോക്കിയിട്ട് അത് ഫിറ്റ് ആവേണ്ട വന്നിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി. ശബ്ദം കൊള്ളില്ല എന്നൊക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുമോ? നോക്കി പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ആണ്, ഇത് കഴിയട്ടെ. നല്ല ശബ്ദമായതുകൊണ്ട് ശാലിനിക്കും വേണമെങ്കിൽ സിനിമയിൽ പാടാം. യെസ് ഓർ നോ? സൈലൻസ്, ഓക്വേർഡ് സൈലൻസ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ഞാൻ ആ ബിസ്ക്കറ്റ് തൊടാൻ സമ്മതിക്കുള്ളൂ. അയ്യോ, യെസ്. ശാലിനി ഇതുവരെ പാട്ട് പാടി ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ പാടിക്കോ. എന്നിട്ട് ഞാൻ യെസ് ഓർ നോ പറയാം. യെസ്, കം ഓൺ, റെഡി, വാ. ഈ ഷോ 4 ആള് കേൾക്കണം എന്നുള്ളത് സച്ചിനൊക്കെ ആവശ്യം എനിക്കാ. എന്നാൽ നമുക്ക് യെസ്സിൽ വിടാം അല്ലേ? യെസ്, എല്ലാവരും അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ സച്ചിൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഡെബ്യൂ ചെയ്യുന്ന സിനിമയെ ആനന്ദം, അതിൽ കംപ്ലീറ്റ് പുതിയ ആൾക്കാരല്ലേ? എല്ലാം പുതിയ ആൾക്കാരാണ്. ക്രൂവിൽ കുറെ പേര് ഭയങ്കര യങ് ആണ്, കുറെ ഫസ്റ്റ് ടൈം അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗണേഷിന്റെ ഫസ്റ്റ് ഫിലിം ആസ് എ ഡയറക്ടർ. ആനന്ദ് ആണ് കൂടുതൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്, സിനിമാറ്റോഗ്രാഫർ. പ്രേമം നേരം ഒക്കെ ചെയ്ത
ആനന്ദാണ് അതിന്റെ സിനിമാറ്റോഗ്രാഫർ. എഡിറ്റർ ഒരു 3-4 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും യങ് ആണ്. നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയാണ്, ഭയങ്കര യങ് ആയിട്ടുള്ള ക്രൂ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതിലെ ഈ കാസ്റ്റ് തന്നെ ഇത്രയും യങ് ആയതുകൊണ്ടാണ് സച്ചിൻ ഇത്രയും കോൺഫിഡൻസ് വന്നതെന്ന്. അങ്ങനെ ഇതെന്താ പറയുക, ഇവരുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. കാരണം ഇവരുടെ തോട്ട് പ്രോസസ് ഒക്കെ വേറെയാണ്. കാരണം ഇവർ ഫോൺ യൂസ് ചെയ്യുന്ന രീതി, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ എല്ലാം അവരുടെ ലൈഫിന്റെ ഹോൾ ഡെഫിനേഷൻ ഒക്കെ അതാണല്ലോ. ഈ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതിലാണ്. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എനർജി കിട്ടും. നമ്മളിങ്ങനെ ഷൂട്ടിനൊക്കെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ അവർ രാവിലെ 3 മണിക്കൊക്കെ ആയിരിക്കും, ഞാനിങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ സച്ചിട്ടാ വാ നമുക്ക് സീൻ എടുക്കണ്ടേ വാ എന്നൊക്കെ പറഞ്ഞ് സീൻ വാ വന്ന് കാണുന്നൊക്കെ പറഞ്ഞ് ഫുൾ ഓൺ ആണ്. രാത്രി 3 മണിക്ക് നമുക്കൊന്നും ഒരിക്കലും എനർജി. രാത്രി 3 വെളുപ്പിന് 3, അതായത് ലേറ്റ് നൈറ്റ് ആണല്ലോ നമുക്ക് രാത്രി. അതെ അതെ. ശരി, ആനന്ദ് എന്ന് പറഞ്ഞ സിനിമയിൽ ഡെബ്യൂ ചെയ്യാൻ തീരുമാനിച്ചെന്താന്ന് ആദ്യം പറയൂ. തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാൻ സിംഗിങ്ങിന്റെ കൂടെ തന്നെ ഞാൻ ജിംഗിൾസ് ഒക്കെ കുറച്ച് ചെയ്യാറുണ്ട്. ആഡ് ജിംഗിൾസ് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹാപ്പി മ്യൂസിക് എന്നുള്ളൊരു പരിപാടി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഹാപ്പി വൈബ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ നോട്ട്സ് വെച്ചിട്ടുള്ള ഹാപ്പി മ്യൂസിക് ചെയ്യാം. ജിംഗിൾസ് എന്ന് വെച്ചാൽ അതാണല്ലോ, ആഡ് ജിംഗിൾസിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് ആണ് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു. അപ്പം ഗണേഷിന് ഇതറിയാം, കാരണം ഞാൻ ഗണേഷും ഞങ്ങളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പം ഞങ്ങൾ കോളേജിന് ശേഷവും ഞങ്ങൾ ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്. അവൻ തട്ടത്തുംമരത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, ഞാൻ അതിൽ പാടിയിട്ടുണ്ട്. തിരയിൽ അവൻ അസിസ്റ്റന്റ് ആയിരുന്നു, ഞാൻ അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കോമൺ ആയിട്ടുള്ള കുറെ ഇവന്റ്സും അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് അവനായിട്ട്. എറണാകുളത്തുള്ളപ്പം ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവൻ ഈ പതുക്കെ ഈ ഫിലിമിന്റെ പരിപാടിയൊക്കെ പറഞ്ഞു. അവൻ ആസ് എ ഫസ്റ്റ് ഡയറക്ടർ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഫിലിമിന്റെ കാര്യം അവൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ്, അവരുടെ ഒരു വേൾഡിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് എനിക്ക് കമ്പോസിംഗ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ അവനടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവന്റെ ഫിലിം മുന്നിൽ കണ്ടുകൊണ്ടല്ല അല്ലല്ല ഞാൻ അങ്ങനെ ചെയ്യും ഇല്ല. ഗണേഷ് അല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കണതിന് മുമ്പ് എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കേട്ടോ. അതാ നോട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ശരി ശരി, അപ്പം ഗണേഷ് ഇങ്ങനെ ഒരു ദിവസം ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ദിവസം വൺ ഫൈൻ മോർണിംഗ് അവൻ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, വുഡ് യു ലൈക്ക് ടു മേക്ക് മ്യൂസിക് ഫോർ മൈ ഫിലിം, എന്റെ ഫിലിമിന്റെ മ്യൂസിക് ചെയ്യുന്നത്. ഞാൻ അപ്പം തന്നെ യെസ് പറഞ്ഞു. കാരണം ഞാൻ ആലോചിക്കാൻ പോലും ഗ്യാപ്പ് കൊടുത്തില്ല, കാരണം ഞാൻ യെസ് പറഞ്ഞു. ഇതിന്റെ അതുകൊണ്ടല്ല, കാരണം ഇതിന്റെ സാധനം എന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലുള്ള മ്യൂസിക് ആണ് അതിന് വേണ്ടതെന്ന് എനിക്ക് അപ്ലൈ അറിയാമായിരുന്നു. കാരണം എന്റെ സ്റ്റോറിയും ഒക്കെ അറിയാം. വളരെ ഹാപ്പി ആയിട്ടുള്ള സിമ്പിൾ മ്യൂസിക് ആണ് വേണ്ടത്, ആരെയും ദ്രോഹിക്കാത്ത തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മ്യൂസിക് ആണ് വേണ്ടതെന്ന് അറിയാം. പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിനീതന്റെ ഷാൻ എന്റെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആം ഐ റെഡി ഫോർ ദിസ് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അപ്പം അവരാണ് അതിനുള്ള കോൺഫിഡൻസ് ഒന്നും മോനെ നീ ചെയ്തോ തകർത്തോ എന്ന് പറഞ്ഞ് വിട്ടത്. എനിക്ക് കുറച്ച് വെള്ളം കുടിച്ച് ഒറ്റയടിക്കും വിട്ടല്ലേ, എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അതൊരു ആവേശം കൂടി പോയതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഓരോ കൗണ്ടർ വിടാൻ നോക്കിയായിരുന്നു, എനിക്കൊരു ഗ്യാപ്പ് തരണ്ടേ. അതൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്യാപ്പ് തരണ്ടുന്നത്. ശരി, എന്നാ പിന്നെ വെള്ളം കുടിച്ചോ. ഓക്കെ, വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പൊ മ്യൂസിക് ചെയ്യാൻ ആരെയും ഗണേഷിന്റെ അടുത്ത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞ കഥ. അപ്പൊ അതെങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. ഇതിന്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ട് എഴുതാനും പാട്ട് പാടാനും പിന്നെ പാട്ടിന് വരികൾ എഴുതാനും ഒപ്പിച്ചെടുത്തു എന്ന് പറ. അതും കൂടെ പറഞ്ഞോളൂ. ഉള്ളതാണേ, സത്യമാണോ? അല്ലല്ല, പാട്ടിന് വരികൾ എഴുതിയത് ഒരു ഭയങ്കര ആക്സിഡന്റ് ആയിട്ടുള്ള വന്ന കാര്യമാണ്. ഒരു ഹിന്ദി സോങ് ആണ് ഫിലിമിലുള്ള. രഘു ദീക്ഷിത് എന്ന് പറഞ്ഞൊരു ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു സിംഗറാണ് അതിന്റെ അത് പാടിയിട്ടുള്ളത്. റെക്കോർഡിംഗ് ഒരു അടുത്ത ആഴ്ചയാണെന്നുള്ള സിറ്റുവേഷൻ വന്നു. അടുത്ത ആഴ്ച റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ലിറിക്സ് എഴുതിയേ പറ്റൂ. ആ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഇരുന്ന് എനിക്ക് വായിൽ തോന്നിയ കുറച്ച് വാക്കുകൾ ഞാൻ എഴുതി വെച്ചാണ്. ഈ ഫിലിമിന്റെ ഒരു സെൻട്രൽ തീമാണ് ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ ദെൻ ഗോ ടുഗെദർ എന്നുള്ളത്. നമ്മൾ വേഗത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി, ദൂരേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് ഈ ഫിലിമിന്റെ ഒരു മെസ്സേജ്. അപ്പൊ അതാണ് ആ പാട്ടിന്റെ വരി. ദൂർ ജാനാ ഹൈ തോ സാത്ത് ചൽ സാഥിയോ എന്നാണ്. ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാലേ? എനിക്ക് അറിയാവുന്ന എല്ലാ വാക്കുകളും ഞാൻ ആ പാട്ടിൽ എഴുതിയിട്ടുണ്ട്. ആണോ? ഈ ഹിന്ദി സിനിമകളിലെല്ലാം കൂടി വെച്ചിട്ട് മറ്റേ അവസ്ഥയാണ്. അതെ, അതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഭയങ്കര പോയിട്ടിക് ആയിട്ടൊക്കെ തോന്നിയോ? പിന്നെ നന്നായിട്ട് എനിക്കൊരു കച്ചവടം മനസ്സിലായില്ല കേട്ടിട്ട്. നന്നായി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. സച്ചിൻ എ.ആർ. റഹ്മാൻ ഫാൻ ആണോ? പിന്നെ അയ്യോ ആബ്സല്യൂട്ട്ലി. ആരാ അല്ലാത്ത, നമ്മളെല്ലാരും അല്ലേ. ഞാൻ കുറച്ച് കൂടുതൽ വലിയ എ.ആർ. റഹ്മാൻ ഫാൻ ആണെന്ന് തോന്നുന്നു. സ്വന്തം അമ്മാവനും എ.ആർ. റഹ്മാൻ ഫാൻ ആയിരുന്നോ? ചെറിയച്ഛൻ ഭയങ്കര എ.ആർ. റഹ്മാൻ ഫാൻ. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ കാസറ്റ്സ് മേടിച്ചോണ്ടിരും. ജീൻസ് ഇന്ത്യനൊക്കെ ചെറിയച്ഛനാണ് എന്നെയും കൂടി തിയേറ്ററിലൊക്കെ പോയി കണ്ടത്. അപ്പൊ അതിന്റെ പാട്ടുകൾ, പച്ചക്കിളികൾ തോലോട്, ആ പാട്ടൊക്കെ, ജീൻസിലെ പാട്ട്, കൊളംബസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്ന സമയത്ത്. ഹമ്മ ഹമ്മ എന്നുള്ള പാട്ട് എന്നെ കേൾപ്പിച്ചത് എന്റെ ചെറിയച്ഛനാണ്. അപ്പൊ പുതിയ വേൾഡ് ഓപ്പൺ ചെയ്ത പോലെയായിരുന്നു. അങ്ങനെ രസമായിരുന്നു. ചെറിയച്ഛനാണോ പറഞ്ഞത് നിനക്ക് വേണമെങ്കിൽ എ.ആർ. റഹ്മാൻ ആവാന്ന്? ഇല്ല, അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പാട്ടിന്റെ കാര്യമല്ല, ഫാമിലിയിൽ എല്ലാവർക്കും ആ സമയത്ത് അറിയാം. അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഹോൾ ഫാമിലി പാട്ടിന്റെ കാര്യമൊക്കെ. ആരതിലേക്ക് കൊണ്ടുവന്നേ? അമ്മ എന്നെ കൊണ്ട് ഒരുപാട് സ്റ്റേജസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാമിലി ഫംഗ്ഷൻസിലും ഒക്കെ പാട്ട് സെലക്ട് ചെയ്ത് തരുന്ന അമ്മയാണ്. സ്കൂൾ ലെവലുള്ള ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻസിനൊക്കെ പാട്ട് സെലക്ട് ചെയ്ത് തരുന്ന അമ്മയാണ്. അപ്പം ഡെഫിനറ്റ്ലി അമ്മയുടെ ക്രെഡിറ്റ് ആണ് എല്ലാം. ഞാൻ എവിടെയോ വായിച്ചു ചെറിയച്ഛനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ചെറിയച്ഛൻ ഈ പാട്ടിൽ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ അതൊക്കെ. കാരണം ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ജീൻസ് എന്നൊക്കെയുള്ള ആൽബം കേട്ട് കുറെ ഞാനിങ്ങനെ ഇരുന്ന് എത്രയോ പ്രാവശ്യം ആ പാട്ട് ആൽബം കേട്ടിട്ടുണ്ട്. ഹമ്മ ഹമ്മ എന്നുള്ള പാട്ട്, ചിക്ക് ബുക്ക് റയിലെ, ആ പാട്ടൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാസറ്റ്സിൽ കൊണ്ടുവന്ന് തരുന്ന ചെറിയച്ഛൻ ആ സമയത്ത്. അപ്പൊ ചെറിയച്ഛന് ഒരു ചെറിയ ഡെക്കും ഒക്കെ ഉണ്ട്, ഈ പഴയ കാസറ്റ് പ്ലെയർ ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ട് പാട്ട് കേൾക്കുന്നത് അതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെയാണ് പ്രോബ്ലി ചെറിയ രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക നമ്മളെ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫാസിനേറ്റിംഗ്. ഇപ്പൊ ഞാൻ എ.ആർ. റഹ്മാൻ എന്ന് പറയുമ്പോൾ ഏത് പാട്ടാ പെട്ടെന്ന് ഓർമ്മ വരണേ? ഇപ്പൊ പ്ലേ ചെയ്യാൻ തോന്നുന്നത് പ്ലേ ചെയ്യാൻ തോന്നുന്നത് ഓക്കെ
तेरे बिना बेसुआदी बेसुआदी रतियां ओ सजना, तेरे बिना बेसुआदी बेसुआदी रतियां ओ सजना, हो दम दर मस्त मस्त दर दम दर मस्त मस्त दर दम दम ओ हमदम बिन तेरे क्या जीना. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ കയറിയോ? ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഏറ്റവും എന്താ പറയാ റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യം പാട്ട് പാടാൻ. ഐ മീൻ ഇത് എനിക്ക് പാട്ട് പാടാൻ അറിയില്ലായിരുന്നെങ്കിലും ഞാൻ പാട്ട് പാടുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വെറുതെ ഇരുന്ന് പാട്ട് കേട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് ഇങ്ങനെ എന്റെ കൂടെ പാടുക നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചെന്താ അറിയോ, നല്ല ആസ്വദിച്ചിരുന്നിട്ടാ പാടണേ, മുഖത്തേക്കൊന്നും നോക്കണേ ഇല്ല, ഏതോ ലോകത്തിരുന്നിട്ടാ പ്ലേ ചെയ്യണേ. നമ്മൾ കണ്ണു പറഞ്ഞ ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കാണില്ല. അപ്പൊ അതുകൊണ്ട് കണ്ണടച്ചിട്ട് ഓക്കെ ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ പോലെ പാടിയാണ്. ഓ ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. അതെ അതെ അതാണ് അവസ്ഥ. ഇത്രയും നന്നായിട്ട് പാടുന്ന ആളെ ശാസ്ത്രീയ സംഗീതം 3 വർഷത്തിൽ കൂടുതൽ പഠിച്ചിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ശരിയാണ്, കറക്റ്റ് ആണ്. ഇത്ര നന്നായിട്ട് പാടുന്നതിനോട് ഞാൻ അഗ്രി ചെയ്യില്ല. എന്നാലും ഓക്കെ വെറുതെ പറഞ്ഞ സമാനായില്ലേ? എന്നാലും അത്രയും പെട്ടെന്ന് പറയണ്ടായിരുന്നു. കുറച്ച് ഗ്യാപ്പ് കേട്ട് പറയായിരുന്നു. അതെ. എനിവേ ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഒരു 2-3 വർഷം പഠിച്ചിട്ടുണ്ട് കുട്ടിയായിരിക്കുമ്പം. ഇടയ്ക്ക് ചെന്നൈയിൽ വെച്ചിട്ട് TVG സാറിന്റെ അടുത്ത് കുറച്ച് കാലം പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഫോർച്യൂൺ എനിക്ക് ഉണ്ടായില്ല. അത് ട്രാൻസ്ഫർ ചെയ്ത് ജോലി ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വരേണ്ടി വന്നു. ക്ലാസിക്കലി പഠിച്ചിട്ടുള്ളത് കുറവാണ്. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുന്ന പ്രോസസ്സാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ പഴയ പാട്ടുകൾ കേൾക്കുക, അതിന്റെ കൂടെ പാടുന്നുള്ളൊരു അങ്ങനത്തെ ഒരു ലേണിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോസസ്സ്. കാരണം കുറച്ച് മടിയും ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇത് തെറ്റാണെന്ന് അറിയാൻ പറയുന്നത്. ക്ലാസിക്കൽ മ്യൂസിക് ഇനി കേൾക്കാറുണ്ട് കേട്ടോ, ഒരുപാട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ലിസണിംഗ് ആണ് ഏറ്റവും വലിയ ട്രെയിനിങ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കേൾക്കാറുണ്ട് ഒരുപാട്. പോയി പഠിക്കാനുള്ള ഒരു മടി. എനിക്കിപ്പോ ഞാൻ വല്ല ക്ലാസിക്കലും പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? ഗിറ്റാറിലോ നടന്നു തന്നെ. എനിക്ക് ഒന്നാമത് എനിക്കേ അറിയില്ല, പിന്നെ ഗിറ്റാറിലും കൂടെ ആണെങ്കിൽ എനിക്ക് ഒട്ടും അറിയില്ല. ശരി, പാടാൻ പറഞ്ഞാലോ? ഹരിമുരളി രവൊക്കെ പാടാൻ പറഞ്ഞാലോ? പാടാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് നേരത്തേക്ക് സൈലൻസ് ആയിരിക്കും. ചില പാട്ടിൽ നമുക്ക് അറിയാം നമ്മുടെ ഒരു കേപ്പബിലിറ്റിയിൽ അതൊക്കെ ലെജൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പാട്ടിലാണ്. അപ്പൊ അത് നമുക്ക് പാടാണ്ടിരിക്കുകയാണ് നല്ലത്. ആനന്ദത്തിന്റെ ഡയറക്ടർ ഗണേഷ് രാജ് കോളേജ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? സെയിം ബാച്ച് ആയിരുന്നു. ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു, അവൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് സച്ചിൻ ഒരു ആൽബം ചെയ്തിരുന്നില്ലേ? ഞാൻ കമ്പോസ് ചെയ്ത ഒരു വർക്ക്, അല്ലാണ്ട് പാടാറുണ്ട്. ആൾക്കാർ കമ്പോസ് ചെയ്ത ആൽബംസിൽ പാടാറുണ്ട്. ഞാൻ എന്റെ സോളോ വർക്കായിട്ട് ഒരു നാം എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് കണ്ടിട്ടാണോ ഗണേഷ് വിളിച്ചത്? ആക്ച്വലി എന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഗണേശാണ്. ഈ സ്ക്രിപ്റ്റിന്റെ ഒരു അപ്പോഴേക്കും ആനന്ദത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് പകുതിയായിരുന്നു. അപ്പൊ ഞാൻ ഇൻവോൾവ് ആയിരുന്നു ബൈ ദാറ്റ് ടൈം. അപ്പം സ്ക്രിപ്റ്റ് വിനീതേട്ടൻ ഒരു ഡ്രാഫ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്തു വിനീതേട്ടൻ ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട്. അന്ന് വിനീതേട്ടൻ പ്രൊഡ്യൂസറിന് അങ്ങനത്തെ ഒന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ വിനീതേട്ടനെ ഓഫ്കോഴ്സ് എല്ലാ ഡ്രാഫ്റ്റും കേൾക്കും, എല്ലാ ഇതും വായിക്കാറുണ്ട്, ഫീഡ്ബാക്ക് തരും. അപ്പൊ ഒരു ഡ്രാഫ്റ്റ് കയറിയിട്ട് വിനീതേട്ടൻ പറഞ്ഞു, ഗണേശേ ഇത് നീ തൽക്കാലം വിട്ടേക്ക്, വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോക്കുന്നൊക്കെ പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ വേർഷൻ എത്തിയപ്പോൾ ഗണേഷ് മൊത്തം ഡിപ്രഷനിലോട്ട് പോയി. ഞാനും, കാരണം ഇത് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു പ്രോജക്റ്റ് ആണ്. അപ്പം അത് ഇറ്റ്സ് നോട്ട് ഷേപ്പിംഗ് അപ്പ് എന്നുള്ള അറിഞ്ഞപ്പോൾ കുറച്ചൊരു വിഷമമായി. ആ സമയത്താണ് നാം എന്നുള്ള ഈ പാട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഗണേഷും ഞാനും, ഇതിന്റെ ക്യാമറ ചെയ്ത ആനന്ദ്, പ്രേമത്തിന്റെ ക്യാമറ ചെയ്ത ആനന്ദാണ്. അതെ, ഞങ്ങളൊരു അസിസ്റ്റന്റ് ഡയറക്ടറും ഉണ്ട്, ആന്റണി എന്നുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഒരു കാർ എടുത്ത് ഹംപി ഗോകർണയൊക്കെ ട്രാവൽ ചെയ്ത് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. നാം എന്നുള്ള പാട്ടിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഫുൾ ട്രാവൽ ബേസ്ഡ് ആയിരുന്നു. അപ്പൊ എന്താ ഹെൽപ്ഫുൾ ആയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ആനന്ദം എന്നുള്ള ഫിലിം ട്രാവൽ മൂവി ആയതുകൊണ്ട് ഈ ലൊക്കേഷനിലാണെന്ന് ഞങ്ങൾ അന്നേ ഫിക്സ് ചെയ്തിരുന്നു. അപ്പൊ ഈ ട്രിപ്പ് പോയപ്പോൾ ഒരു ലൊക്കേഷനൊക്കെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് സ്ക്രിപ്റ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ സ്ക്രിപ്റ്റിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഗണേഷിനെ. അതെ, ശരിക്കും 2 in 1 ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയായിരുന്നു അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ സ്ക്രിപ്റ്റ് ബെറ്റർ ആക്കാം എന്നുള്ളൊരു ട്രാവൽ മൂവി ആയതുകൊണ്ട് ട്രാവൽ ചെയ്ത് അവിടെ പോയാൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ. സച്ചിന് ട്രാവലിംഗ് ഇഷ്ടമാണ്. യെസ്, ഡെഫിനറ്റ്ലി. വിനീതിന്റെ ഷാന്റെയും ബാൻഡിൽ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? അപ്പൊ കുറെ സ്ഥലത്ത് പോയിട്ടില്ലേ? ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ അബ്രോഡ് പോയത് അവരുടെ കൂടെയാണ്. ദുബായിൽ അവരുടെ കൂടെ ഷോ ചെയ്യാനാണ് ആദ്യമായിട്ട് പോയത്. പിന്നെ US-ൽ 2 പ്രാവശ്യം പോയി അവരുടെ കൂടെ. അത്രേ ഇനി കിടക്കണല്ലേ ഉള്ളൂ. ഇനി പാട്ടുകാരൻ മാത്രമല്ലല്ലോ, മ്യൂസിക് ഡയറക്ടറും കൂടിയല്ലേ? ശരി, ഇപ്പൊ ആ മ്യൂസിക് ആൽബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ ഒരു തീം എന്താ കൊടുത്തിരുന്നത്? നാം എന്ന് പറഞ്ഞ നാം എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിലെ നാമാണ്, അതായത് അസ് എന്നുള്ള അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് എന്നുള്ള ഒരു മീനിങ് ആണ് ആ പാട്ടിന്റെ. പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന എന്നുള്ള ഒരു 500 വർഷം മുമ്പ് എഴുതിയ കൃതിയാണത്. അപ്പൊ അതിന്റെ വാക്കുകളും അതിലുള്ള വരികളൊക്കെ ഇപ്പോഴും ഭയങ്കര റെലവെന്റ് ആണെന്ന് തോന്നി. അപ്പൊ അതിലുള്ള 4 വരികളാണ്: കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നത് എന്തിനും നാം വൃഥ എന്നുള്ള 4 ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് വരികൾ. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒരു മ്യൂസിക്കലി ഇന്റർപ്രറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആക്ച്വലി സ്കൂളിൽ പഠിക്കാണ്ടല്ലേ ഇത്? സ്കൂളിൽ പഠിച്ചായിട്ട് എനിക്ക് ഓർമ്മ. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും മ്യൂസിക്കലി എങ്ങനെയെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഞാനപ്പോൾ അതിനെ കമ്പോസ് ചെയ്തിട്ടുള്ള പല വേർഷൻസും ഉണ്ട്. ഞാൻ ഈ 4 വരികൾ മാത്രം എടുത്തിട്ട് ബാക്കി വരികൾ ഈ സെയിം തീമിൽ അനു എഴുതി കമ്പോസ് ചെയ്ത് അങ്ങനെ ഒരു ഫുൾ സോങ് ആയിട്ട് ചെയ്തൊരു സാധനമാണ് നാം എന്നുള്ള പേരിൽ ഇറങ്ങിയത്. ഫിലോസഫിയോട് ഭയങ്കര താല്പര്യമുണ്ട്. ഫിലിം മ്യൂസിക്കിൽ വരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ പറ്റി മ്യൂസിക്കലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂടുതലാണ്. അപ്പം ഈ വരികളൊന്നും ഒരിക്കലും ഒരു ഫിലിമിൽ ഫിറ്റ് ആവാത്ത വരികളാണ്, ഫിലിമിന്റെ സ്ക്രിപ്റ്റിൽ വരാൻ ചാൻസ് ഇല്ലാത്ത വരികളാണ്. അപ്പം അത് അല്ലാണ്ട് ഫിലിം മ്യൂസിക്കിനോട് പാരലായിട്ട് തന്നെ ഇതും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു സംശയം ചോദിച്ചോട്ടെ, ഈ വരികൾ കണ്ടിട്ട് ഇത് ആൽബം ചെയ്യാന്ന് വിചാരിക്കണോ, ആൽബം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ വരികൾ തപ്പിയെടുക്കണോ? ഇത് ഈ വരികൾ പണ്ടേ ഫാസിനേറ്റിംഗ് ആണ്. അപ്പം എന്തെങ്കിലും ഒരു ഫിലോസഫിക്കൽ മീനിങ് എനിക്ക് പേഴ്സണലി ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഫിലോസഫീസിനെ പറ്റി മ്യൂസിക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നിയപ്പം പെട്ടെന്ന് ഈ വരി ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിനെ ബേസ് ചെയ്തൊരു സാധനം ചെയ്തു. സച്ചിൻ വാര്യരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ഷാൻ റഹ്മാനാ, അങ്ങനെ പറയാലോ? പിന്നെ ഡെഫിനറ്റ്ലി. സാധാരണ സംവിധായകരുടെ പേര് പറയണം, ഇവിടെ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പറയല്ലോ ധൈര്യമായിട്ട്. സംവിധായകരുടെ പേര് പറയാം, വിനീതൻ. ശരി, ആയിക്കോട്ടെ. അതിനുശേഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത് ഗോപിസുന്ദറിന്റെ കൂടെ. ഗോപിചന്ദ്രന്റെ കൂടെയാണ് നമ്പർ ഓഫ് സോങ്സ് കൂടുതൽ പാടിയിട്ടുള്ളത്. ഇത് മലയാള സിനിമയുടെ അറിയാൻ പറയണം കേട്ടോ. കൂടെ ആക്ച്വലി ഔട്ട്സൈഡ് മലയാളം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആദ്യം പാടിയത് ഷാനേട്ടന്റെ കൂടെയാണ് കന്നഡയിൽ ഔട്ട്സൈഡ് മലയാളം പാടിയത്. ഏതാ? നം ദുനിയ നം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഫിലിമില്. എല്ലാം മനസ്സിലായി. നല്ല നല്ല എന്ന് പറഞ്ഞൊരു പാട്ട്, നല്ല പാട്ടാണ്. ആണോ? പഠിക്കുന്നോട്ടെ. ಅಂದಗೊಲಿಸು ನಾನ സരസവനു മുന്തുവരിസു. എന്താ അന്ന് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. കന്നഡ അറിയോ? ഇല്ല, ഒട്ടും അറിയില്ല. അന്ന് നമ്മൾ പാടുമ്പോൾ മീനിങ് ഒക്കെ നോക്കിട്ട് തന്നെ പാടി, പക്ഷെ മറന്നു. പിന്നെ പാടിയിരിക്കുന്നത് തെലുങ്കില് ഗോപിചേട്ടന്റെ കൂടെ 2-3 സോങ്സ് പാടി. അത് തെലുഗുലും ആദ്യം പാടിയത് ആക്ച്വലി ഷാനേട്ടന്റെ പാട്ടാണ്. മുത്തുച്ചിപ്പിയുടെ തെലുഗു വേർഷനാണ് തെലുഗുലും ആദ്യം പാടിയത്. അത് പാടിക്ക്. ముద్దు ముద్దు మాటల ముత్యమంటిరాతలదే భావం మెల్లమెల్లగా మతి పల్లవించగాతి ശ്രീരാഗം. ഇതിന്റെ അർത്ഥം എന്താ? പല്ലവി പാടാനൊക്കെയാണ് പറയുന്നത്. മെല്ലെ പതുക്കെ 15 സ്വരത്തിൽ പല്ലവി പാടുന്നത് ശ്രീരാഗമായി മാറുന്നു, അങ്ങനെയൊക്കെയാണ്. എന്തോ ആണ്, എനിക്കറിയാത്തോണ്ട് എനിക്കറിയില്ല. അല്ലാതെ കേൾക്കുന്നവരൊക്കെ ഇവർ എന്ത് മണ്ടത്തരെ അറിയാവുന്നവര്. അതെ, തെലുങ്ക് പറയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ സോറി, എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ സത്യമായിട്ടും അറിയാറുണ്ട്. എനിക്കറിയാത്തോണ്ട് പിന്നെ ഒന്നും ചോദിക്കൂലല്ലോ. ഏത് ഏറ്റവും കൂടുതൽ എളുപ്പം പാടാനായിട്ട് തോന്നിയിട്ടില്ല? ഐ മീൻ ഇൻട്രസ്റ്റ്. തെലുഗു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സെറ്റ് ഓഫ് സൗണ്ട്സ് അല്ല അതിലുള്ളത്. കുറെ ഈ ടാ ച അങ്ങനത്തെ സ്വരങ്ങൾ, അങ്ങനത്തെ വാക്കുകൾ കൂടുതലാണ് തെലുഗുൽ. പക്ഷെ പാടി വരുമ്പോൾ ഭയങ്കര മ്യൂസിക്കാലിറ്റി ഫീൽ ചെയ്യാണ്. തമിഴും ഭയങ്കര ഇഷ്ടമാണ്. തമിഴിൽ ഏതാ പാടിയിരിക്കണേ? മറ്റേ ബാംഗ്ലൂർ നാട്കൾ. അത് പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തമിഴ് കേൾക്കുമ്പോഴോ നമ്മൾ അല്ലാണ്ടേയും പാടും, സ്റ്റേജ് ഷോസിലൊക്കെ പാടുമല്ലോ. അപ്പം തമിഴ് പാട്ടുകൾ പാടുമ്പോൾ ഭയങ്കര മ്യൂസിക്കാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഇതിപ്പോ എന്നോട് പറഞ്ഞതും ഇപ്പൊ തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡയൊക്കെ ആണെങ്കിലും മലയാളി സംഗീത സംവിധായകർ തന്നെയല്ലേ കൊണ്ടുവരികണത്? ആണ്, അതെ അതെ, കറക്റ്റ്. അവിടുന്ന് വന്നിട്ടുണ്ടോ ചാൻസ്? തമിഴിലൊരു ഫിലിം ഉണ്ട്, നലനും നന്ദിനിയും എന്ന് പറഞ്ഞിട്ട്. അതൊരു ന്യൂ കമർ കമ്പോസർ ആയിരുന്നു, അശ്വത് എന്ന് പറഞ്ഞിട്ട്. അശ്വതിന്റെ കൂടെ ചെന്നൈയിൽ പോയപ്പോൾ പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ അശ്വത്തിന്റെ ഫസ്റ്റ് തമിഴ് ഫിലിമിൽ ഒരു പാട്ട് പാടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം ഒറിജിനൽസ് അല്ലേ പാടിയത്? ഇനി വല്ല ഡബ്ഡ് വേർഷൻ ഒക്കെ പാടിയിട്ടുണ്ടോ? ബാഹുബലി എന്നുള്ള ഫിലിം ഓൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് റിലീസ് ആയിട്ട് തന്നെ ഇറങ്ങി. അപ്പൊ അതിന്റെ മലയാളം വേർഷനിൽ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീക്കനൽ ശ്വാസമായി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഹൈദരാബാദിൽ പോയിട്ട് കിരവാണി സാറിനെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമായിരുന്നു. ചുരുക്കത്തിൽ കുറെ പാടിയിട്ടുണ്ട്, കുറെ പേര് മീറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ സംഭവമാണല്ലേ? ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് ഭയങ്കര, എനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഇപ്പൊ ഈ കരിയർ വാട്ട് എവർ ഇറ്റ് ഇസ് ആയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുക, ഓരോ മ്യൂസിഷ്യൻസിനെ കാണുക, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എനിക്ക് അത് തന്നെയാണ്, ആൾക്കാരുടെ കൂടെ മീറ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളത്. ശരി, ഇപ്പൊ മലയാളം പാട്ടുകൾ കുറെ പാടിയല്ലോ, അതിന്റെയൊക്കെ ഡബ്ഡ് വേർഷനും ഡബ്ഡ് അല്ല അതിന്റെയൊക്കെ ബാക്കി ലാംഗ്വേജ് വേർഷനും പാടിയിട്ടുണ്ട്. എന്നോട് ഇപ്പൊ ചോദിക്കുകയാണ് സച്ചിന്റെ ഈ ഡബ്ഡ് വേർഷൻ ഇല്ലേ, അതിൽ ഏതാ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ തെലുങ്കിലൊരു പാട്ടുണ്ടായില്ലേ? ആക്ച്വലി തെലുങ്ക് അല്ല, അത് മലയാളത്തിൽ ആ 10:30 AM ലോക്കൽ കോളില് അതിന്റെ തെലുങ്ക് വേർഷനാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇല്ല, അതിന്റെ മലയാളം വേർഷൻ പാടും. ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലെ. 27 വയസ്സുള്ള കാണാൻ തെറ്റില്ലാത്ത ഒരു ആൺകുട്ടിയുടെ അടുത്ത് ആദ്യം തന്നെ പെൺകുട്ടികൾക്ക് ചോദിക്കാണ്ടാവുന്ന ഒരു ചോദ്യം എന്തായിരിക്കും അറിയോ? എന്താണ്? ഗേൾ ഫ്രണ്ട് ഉണ്ടോ സച്ചിൻ? ഇപ്പൊ ഇല്ല, കറന്റ്ലി ഐ എം സിംഗിൾ. ഇങ്ങനെയൊന്നും നുണ പറയരുത് കേട്ടോ, ആൾക്കാരൊക്കെ വിശ്വസിക്കും. സത്യമായിട്ട് ഞാൻ സിംഗിൾ ആണ്. അപ്പൊ ആരാ ഏറ്റവും കൂടുതൽ കുറ്റം പറയണ പാട്ടിനെയൊക്കെ? അല്ല, പാട്ടിനെയൊക്കെ ആരാ കുറ്റം പറയാ? അതിന് വീട്ടില് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ. സാധാരണ ഗേൾ ഫ്രണ്ട്സ് ആണല്ലോ കുത്തിയിരുന്ന് കുറ്റം പറയാണ്ട് ചോദിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ സിംഗിൾ ആയിട്ടിരിക്കാൻ തീരുമാനിച്ചത്. ആണോ? എനിക്ക് വയ്യൊന്നും കേൾക്കാനല്ലേ. അതെ, എന്നെ കൊണ്ട് വയ്യൊന്നും. ആരാ ഏറ്റവും ബെസ്റ്റ് ക്രിട്ടിക് വീട്ടില്? അമ്മയൊക്കെ സ്റ്റേജ് ഷോസിനൊക്കെ പോയിട്ട് പാട്ടൊക്കെ പാടി തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തായാലും അമ്മ പറയും, ഇത് എന്താണ് ഇങ്ങനെയൊക്കെ പാടുന്നത്. ഇതിപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അമ്മ വീണ്ടും ചീത്ത പറയായിരിക്കും. എന്താ പറയൂ?
നന്നായിട്ടൊക്കെ പാടിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അനിയത്തിയോ? അനിയത്തി പിന്നെയും സ്വീറ്റ് ആണ്, വലിയ ക്രിറ്റിസിസം ഒന്നുമില്ല. ആരാ നല്ല പാട്ടുകാരി നിങ്ങളിൽ? സ്നേഹ ഗംഭീര സിംഗറാണ്. ഞാൻ എന്റെ അനിയത്തി വേണ്ടി പറയല്ല, ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് വോയിസ് ആണ് അവളുടെ. എല്ലാ കൈൻഡ്സ് ഓഫ് പാട്ടിലും പാടാൻ പറ്റിയ സിംഗർ അല്ല, പക്ഷേ ഷീ ഈസ് എൻ അമേസിംഗ് സിംഗർ. പിന്നെ എന്റെ അല്ലേ അനിയത്തി അല്ലേ? ഓഫ് കോഴ്സ്. അനിയത്തി ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, ഇല്ല. നിങ്ങൾ എന്താ ഒന്നും പഠിക്കാത്ത? നിങ്ങൾ രണ്ടാളും? എന്നാ ശരി, ഞങ്ങൾ നാളെ മുതൽ ഞങ്ങൾ രണ്ടുപേരും ശാലിനിയുടെ അടുത്ത് വന്ന് പഠിക്കാം. എന്തെങ്ങനെ? ശരി, ബാക്കി എന്റെ അടുത്ത് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം മെനക്കെട്ട പരിപാടിയായി ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത്. അത് സത്യമാണ്, അത്രയും ഡെഡിക്കേഷനും ഒക്കെ വേണ്ടത് തന്നെ. അപ്പം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാതെ ശരിക്കും എന്റെ കുറവ് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അത് മടി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് മൈ ഫാൾട്ട്, ഐ അഡ്മിറ്റ് ഇറ്റ്. ഇപ്പൊ ഇളയരാജ വിളിക്കുകയാണെന്ന് വിചാരിക്കൂ, ഏതെങ്കിലും ഒരു സിനിമയിൽ പാടാൻ വേണ്ടിട്ട് സച്ചിനെ, അതും ശാസ്ത്രീയം വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു പാട്ട്, അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഞാൻ പോവും. പക്ഷേ ഡെഫിനറ്റ്ലി രാജ സാറിന്റെ മനസ്സിലാവും അത്രയും ക്ലാസിക്കൽ ആയിട്ടുള്ള കോമ്പോസിഷൻ എന്റെ വോയിസിൽ പറ്റില്ല എന്ന് രാജ സാറിന് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ തന്നെ ടിക്കറ്റ് വന്ന് പറഞ്ഞുവിടും. പഠിക്കാൻ ഉദ്ദേശമുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ. അല്ല, കേൾക്കാറുണ്ട് ഒരുപാട്. എനിക്ക് കൂടെ പാടാനുള്ള അങ്ങനെ വീട്ടിലിരുന്ന് കേൾക്കാനും കൂടെ പാടാനൊക്കെ ഇഷ്ടമാണ്. പോയി പഠിക്കാൻ ഡെഫിനറ്റ്ലി ഞാൻ ഇനി ഞാൻ പ്രോമിസ് ചെയ്യുന്നു. എന്ത്? ശാലിനി, നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോ ഞാൻ പഠിച്ചു. എന്നിട്ട് വേണം എന്റെ തല പൊട്ടിത്തെറിക്കാൻ. ഒന്നാമത്തെ കാര്യം അവനവനെ കൊണ്ട് താങ്ങുന്ന എടുത്ത് താങ്ങാവൂ കേട്ടോ. ഓ ശരി, അപ്പൊ വേണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? അതൊക്കെ സ്വന്തം ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. ആരാ ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ? എ ആർ റഹ്മാൻ ഇസ് മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ. ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂസിൽ നമ്മൾ എ ആർ റഹ്മാൻ എന്ന് പറയുമ്പോൾ എന്താ ഭയങ്കര അഹങ്കാരം. എ ആർ റഹ്മാൻ എന്ന് പറയുന്നത് അവൻ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ പറഞ്ഞു വന്നോണ്ടാണ്. റഹ്മാൻ സാർ എന്ന് പറഞ്ഞേക്കാളും കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞു വന്ന എ ആർ റഹ്മാൻ. അപ്പം നാച്ചുറലി അങ്ങനെ വന്നു പോകുന്നു. ഞാനും അങ്ങനെ തന്നെ പറയണേ, എ ആർ റഹ്മാൻ. എല്ലാവരും അങ്ങനെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ പിന്നെ സിനിമയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, എന്നാ റഹ്മാൻ സാർ, ഐ റെസ്പെക്ട് ഹിം സോ മച്ച്, ഐ അഡോർ ഹിം സോ മച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസറാണ്. ആരാ ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ? ഹരിഹരൻ ആൻഡ് ശങ്കർ മഹാദേവൻ ആണ് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ. ദാസാറൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ പിന്നെ അത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ലാണ്ട് എല്ലാ ആളും പെട്ടെന്ന് ഹരിഹരൻ ആൻഡ് ശങ്കർ മഹാദേവനാണ് സിംഗർ. ഫീമെയിൽ വോയിസ്? രണ്ട് മധുശ്രീ എനിക്ക് ഇഷ്ടമാണ്. ബോളിവുഡിൽ പാടുന്ന മധുശ്രീ ഉണ്ട്. ഇപ്പം മധുശ്രീ നാരായൺ, രമേശ് നാരായൺജിയുടെ മകൾ മധുശ്രീയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സുജാത ചേച്ചിയുടെ വോയിസ് ഓഫ് കോഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ചിത്ര ചേച്ചി ഇപ്പോഴും നമ്മളെ പാടി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പോലെ ആവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതുപോലെ ഈ ആളെ പോലെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ആളെ പോലെ മാത്രം കാര്യമില്ലല്ലോ. കുറെ പേര് തോന്നിയിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അവസാനം ഞാൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ കൂവില്ല. ഇല്ല, എനിക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. എന്നാലും ലിമിറ്റേഷൻസും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. ഇതെന്തൊരു വിനയത്. അല്ല, കാര്യമായിട്ട് ഇപ്പൊ ഞാനാണ് സച്ചിന്റെ സ്ഥാനത്തേക്ക് ഞാൻ പറഞ്ഞേ എനിക്ക് എ ആർ റഹ്മാനെ പോലെ ആവാൻ ഇഷ്ടം. ഓക്കെ, അത് പിന്നെ എന്തുപേരും പറയാലോ. പക്ഷെ നടക്കുന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കട്ടെ. നടക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ആരെ പോലെ ആവണമെന്ന് ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഹാൻസ് സിമ്മർ. ആര്? ഹാൻസ് സിമ്മർ. അതാരാ? കമ്പോസറാണ്. ഇൻസെപ്ഷൻ ഒക്കെ കണ്ടില്ലേ? ഡാർക്ക് നൈറ്റ്, ഇതിന്റെയൊക്കെ കമ്പോസറാണ്. ഹോളിവുഡ്. യെസ്, അത് നേരത്തെ പറഞ്ഞ പോലെ പറയുമെന്നും പറയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഹോളിവുഡ് ആയിട്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കൂലല്ലോ. അതാണ് അവിടെ കയറി പിടിച്ചത്. ഞാന് 5 വാക്കുകൾ പറയും. ഓരോന്നും പറയുമ്പോ എന്താണോ ആദ്യം മനസ്സിൽ വരുന്നത് അത് പറയാം. ഒരാളുടെ മുഖമാവാം, ഒരു സിറ്റുവേഷൻ ആവാം. വോയിസ്. ദാസർ. ഇത്ര നേരം ഇവിടെ സംസാരിച്ച ഞാൻ ആരായി? അയ്യോ സോറി, ഹിന്റ് ആയിരുന്നല്ലേ. എന്നാ പിന്നെ അടുത്തത് കോളേജ് ടൂർ എന്ന് പറയുമ്പോ ദൂരെയോ പെട്ടെന്ന് എന്റെ പാട്ടിനെ പറഞ്ഞു. അയ്യോ ചളവാക്കിയല്ലോ. ഇത് മൊത്തം എന്റെ തല എന്റെ ഫുൾ ബോഡി, എന്റെ തല എന്റെ ഫുൾ ബോഡി. ശരി, അടുത്തത് ജോലി. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. കോളേജ് ചെയ്യേണ്ട ആദ്യം വർക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ്. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡുമാണ്. എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? അതൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞില്ലേ പിന്നെന്താ? അത്യാവശ്യം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അന്ന് കിട്ടിയിരുന്ന ശമ്പളത്തെക്കാളും കുറെ കൂടുതലാണോ ഇപ്പൊ കിട്ടുന്നത്? ആണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ അതൊന്ന് പതുക്കെ വിടാന്നുള്ള ഡിസിഷൻ എടുത്തത്. വെറുതെ പോലാളിയുടെ തെറിങ്ങണം അല്ലെ? അതെ. അയ്യോ, പിന്നെ എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ അവിടെ കുറച്ചധികം അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ലീവ് എടുക്കുന്നു. അപ്പൊ ഒരു ടീം വർക്ക് ആകുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അതിനിടെ കൂടെ നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ വന്ന് നമ്മൾ പോവാ. അതെനിക്ക് അത്ര ശരിയായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജോലിയിൽ നിന്ന് പതുക്കെ. അപ്പൊ ചുരുക്കത്തിൽ അവിടെ പറഞ്ഞു വിടാറായ സ്റ്റേജിലാണ് നമ്മൾ ഊരി പോകുന്നത്. അങ്ങനെ എന്താണ് ഞാനിങ്ങനെ ഭയങ്കര നീറ്റായിട്ട് പറയുമ്പോൾ അതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമായിട്ട് പറയുന്നല്ലേ കുറച്ചുകൂടെ നല്ല. ഓക്കെ, ശരി. 4ാമത്തത് മഴ. മഴ എന്ന് പറയുമ്പോ പെട്ടെന്ന് ബർസോരെ മേഘ മേഘ ആ പാട്ട് ഓർമ്മ വന്നത്. ബർസോരെ മേഘ മേഘ ബർസോരെ മേഘ മേഘ ബർസോരെ മേഘ ബർസോ मीठा है कोसा है बारिश का बोसा है मीठा है कोसा है बारिश का बोसा है. കൂട്ടത്തില് ഐശ്വര്യമായിട്ട് ഡാൻസ് കൂടി ഓർമ്മ വന്നില്ലേ? ഓർമ്മ വന്നു. 5ാമത്തത് ബന്ധു എന്ന് പറയുമ്പോ റിലേറ്റീവ്. എന്റെ കസിൻസ്. എങ്ങനെ മേഡാണോ? അല്ല, അടിപൊളി രസമല്ലേ. കസിൻസ് ആർ ഓൾവേസ് നൈസ്. എന്റെ ഇമ്മീഡിയറ്റ് ക്ലോസ് ആയിട്ടുള്ള ഒന്നുണ്ട് കസിൻസ് ഉണ്ട്. ഭയങ്കര ഫണ്ണാണ്. അവരാണോ പ്രോത്സാഹിപ്പിക്കുക? പിന്നെ ഡെഫിനറ്റ്ലി എല്ലാം എൻകറേജ്മെന്റ് ക്രിറ്റിസിസം എല്ലാം ഉണ്ട്. ചുമ്മാ പ്രോത്സാഹിപ്പിച്ചുവിടുവോ? അതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ വന്നിരിക്കണം. ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ ആലോചിക്കണായിരുന്നു അവരൊക്കെ അല്ലേ?
ആനന്ദത്തിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടേ കുറെ കോളേജുകളിൽ പോയിട്ടുണ്ടല്ലേ? എനിക്കൊരൊറ്റ കോളേജിൽ പോലും പോകാൻ പറ്റില്ല എന്നാണ് സത്യം. ദൈവം നശിപ്പിച്ചു. ഞാനിവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തോണ്ടിരിക്കുന്നു, ഒന്നിനും വിടില്ല. സച്ചിനെ പണിയെടുക്കുക എന്ന് പറയും, പ്രൊഡ്യൂസറല്ലേ പാവം വിനീതേട്ടൻ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇവന്റ് ക്രിയേറ്റ് ചെയ്യല്ലോ, കോളേജിൽ പോകുമ്പോൾ എല്ലാവരും അവരൊക്കെ ഗോയിങ് വേണ്ടിയിടും, ഞാൻ മാത്രം ഇൻട്രസ്റ്റഡ് എന്നാക്കി വെച്ചു. എനിക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്. അയ്യോ അങ്ങനെ ഒന്നിനും പോകാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇനി പോയി തുടങ്ങണം. ഫേസ്ബുക്കില് കുറെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ, കുറെ കോളേജ് വിസിറ്റിന്റെ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ? ടീം ഹാഡ് എ ഗുഡ് ടൈം എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ ഞാനവിടെ ഉള്ളു എനിക്കും കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിട്ടാണ് ഷെയർ ചെയ്യണേ. ആരൊക്കെ പോയിരുന്നത് അപ്പൊ? ഗണേഷ് പോയി, ആക്ടേഴ്സ് ഒരു ഇതെല്ലാരും പോയി, വിനീതൻ പോയി, അശ്വിൻ ഗോപകുമാർ സിംഗർ അശ്വിൻ പോയിരുന്നു. പിന്നെ നമ്മൾ അസിസ്റ്റൻസ് കുറച്ച് പേരുണ്ട്. അങ്ങനെ ഒരു ടീമായിട്ടാണ് പോണത്. ഒരു ബസ്സൊക്കെ എടുത്ത് നല്ല രസമായിട്ട് അവർ പോയി. അവരോടൊക്കെ ചോദിച്ചില്ലേ? ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോസ് ഇടും അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതും ബസ്സിൽ പോകുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ട്. ഓക്കെ, ഓ വലിയ രസമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവരോടൊക്കെ ചോദിച്ചില്ലേ സച്ചിൻ വാര്യർ ആരെങ്കിലും അന്വേഷിക്കണ്ടോന്ന്? ഇല്ല, അവർ പാട്ടുകളൊക്കെ പാടാറുണ്ട് തോന്നുന്നു. അത് തന്നെ ഭയങ്കര സന്തോഷം. എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാറുണ്ട്. ഓക്കെ ഗുഡ്. വിനീതൻ പാട്ട് പാടുന്നു, അശ്വിൻ പാട്ട് പാടാറുണ്ട്. അവർക്ക് ഗിറ്റാറൊക്കെ കൊണ്ടുപോയി അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി നടക്കുന്നു. അപ്പൊ ഇങ്ങനെ കോളേജ് വിസിറ്റ് ഒക്കെ വേണമെന്ന് കുറെ നാൾ മുന്നേ തീരുമാനിച്ചിരുന്നല്ലേ? തീരുമാനിച്ചത് നമ്മുടെ ഫിലിം കോളേജിലാണ് സംഭവിക്കുന്നത്. കോളേജ് സ്റ്റുഡൻസിന്റെ സ്റ്റോറിയാണ്. അപ്പം കോളേജ് വിസിറ്റ് ചെയ്യണമെന്ന് ആദ്യമേ വിചാരിച്ച കാര്യമാണ്. ഈ എഞ്ചിനീയറിംഗിനെ കുഴപ്പം പിള്ളേരെ കണ്ടിട്ടില്ലേ, എല്ലാ സെഗ്മെന്റും ലാസ്റ്റ് വെക്കും, എന്നിട്ട് പിന്നെ അവർക്ക് ഒന്നിനും പോകാനും പറ്റില്ല. അതുപോലെ തന്നെ ഇതും അതാണ് പറ്റിപ്പോയത്. നേരത്തെ തീർക്കാഞ്ഞിട്ടല്ലേ? അത് ഷൂട്ട് തന്നെയല്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ശരിയാണല്ലോ അല്ലേ? അതിന് മുമ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, എന്നാലും സച്ചിന്റെ ഉഴപ്പുകൊണ്ട് എന്തെങ്കിലും പറ്റിയായിരുന്നോ? കുറച്ച് സമയം എടുത്തു കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർത്തുന്നൊന്നും ഞാൻ പറയില്ല. കാരണം ചില കാര്യങ്ങൾ എനിക്ക് അറിയാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഭയങ്കര സമയം എടുത്തു ചില കാര്യം. പക്ഷേ ഭയങ്കര ടഫായിരിക്കും വിചാരിച്ച ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും പറ്റും. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ച കാര്യങ്ങൾ കുറെ സമയം എടുത്തു അത് ഒന്ന് ശരിയായി വരണം. ഒരുപാട് ഐഡിയ ട്രൈ ചെയ്ത് ഒന്നും വർക്ക് ചെയ്യണില്ല, അവസാനം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ശരിയാകും. അങ്ങനെയൊക്കെ കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറെ കോളേജിൽ പോയില്ലേ? ഞാൻ പോയില്ലല്ലോ. അല്ല, ബാക്കിയുള്ളവർ പോയല്ലോ. ആ കോളേജിൽ ഏതാ സച്ചിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത? പക്ഷേ ഞാനും കൂടി വേണമായിരുന്നു തോന്നി. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. കാരണം എന്താ വെച്ചാൽ അന്നാണ് ഞങ്ങൾ ഫിലിമിന്റെ പ്രിവ്യൂ കണ്ടത്. അത് ഒരു ഫുൾ ഫിലിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫൈനൽ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കണ്ടു. അപ്പൊ അന്ന് വിനീതൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടതിന് ശേഷം. ഹോൾ ക്രൂ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അന്നും എനിക്ക് പക്ഷേ തിരിച്ചു പോയിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു വൈബിൽ എനിക്ക് പോയിട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. അത് വർക്ക് ബാക്കിയുള്ളത് കാരണം എനിക്ക് ചെയ്യേണ്ടി വന്നു. ഇനി പോയി തുടങ്ങണം. യെസ്. അതിനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, അയ്യോ ഇതൊന്ന് ഫാഷൻ ഷോ ഒന്നുമല്ലല്ലോ. എന്നാലും പിന്നെ എല്ലാതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകും. അത്ര തന്നെ. ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല, ഇത് നല്ലതല്ലേ? ഇതുപോലൊക്കെ തന്നെ പോകും. എന്റെ അടുത്ത് പറഞ്ഞു ഇന്നലെയാണ് ഞാൻ ഈ മീശയൊക്കെ എടുത്ത് കളഞ്ഞ നല്ല സ്റ്റൈലായ സുന്ദരനായെന്ന്. സുന്ദരനായെന്ന് ശാലിനിയാണ് പറഞ്ഞത്. താങ്ക് യു. പക്ഷെ മീശ എടുത്തത് ശരിയാ. വർക്ക് ചെയ്ത് ഭയങ്കര ഷേവ് ചെയ്യാനൊന്നും അല്ല, സമയമില്ലാണ്ടൊന്നല്ല. ഞാൻ പിന്നെ അതിന്റെ മൂഡിലങ്ങ് ഇരുന്ന് പോയി. അതുകൊണ്ട് അപ്പൊ ഇന്നലെയാണോ ഓക്കെ ഒന്ന് വൃത്തിയാവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്ന് ശാലിനിയെ കാണാൻ വരുന്നല്ലേ. അപ്പൊ ചുരുക്കത്തിൽ കോളേജിൽ പോകാൻ സെറ്റപ്പ് ആയി. ഇപ്പൊ റെഡിയാണ്. ഞാൻ റെഡി അറിയാം. ഞാൻ പോവും. അല്ല, ഒന്നിനെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. ഞാനാണ് എന്റെ സംഗീത സംവിധായകൻ അല്ലേ? ഇവര് പോയ കോളേജിലൊക്കെ ഞാൻ നേരത്തെ വന്നില്ലായിരുന്നു. ഞാനാണ്. സച്ചിന്റെ ഒരു കരിയർ എടുത്ത് നോക്കിയാലേ വർക്ക് ചെയ്തത് എല്ലാം പുതിയ സംഗീത സംവിധായകരുടെ കൂടെ അല്ലേ? അതായത് ബിജുബാല്, ഗോപി സുന്ദർ, ഷാൻ റഹ്മാൻ, അങ്ങനെ നോക്കുമ്പോൾ അതെ കമ്പാരിറ്റീവ്ലി ന്യൂവർ ജനറേഷനിലുള്ള. പക്ഷേ ഒരു സീനിയർ കമ്പോസറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എം ജയേന്ദ്രൻ സാറിന്റെ കൂടെ ഒരു പാട്ട് പാടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ അതൊരു വേറെ സ്കൂൾ ഓഫ് മ്യൂസിക് ആണ്. വർക്ക് പ്രോസസ് ഒക്കെ വേറെയാണ്. അപ്പൊ അതും ഭയങ്കര ഇഷ്ടമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കിരവാണി സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റി ബാഹുബലിയുടെ സമയത്ത്. ഓൾ കൈൻഡ്സ് ഓഫ് ഏതാ കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് ഫോർ ഡിഫറെന്റ് റീസൺ. കാരണം വിനീതനും ഷാനേട്ടനും ദേ ലൈക്ക് മൈ ബ്രദേഴ്സ് ടു മീ. അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കംഫർട്ടബിൾ ആണ്. കാരണം ബിക്കോസ് അവരെ നന്നായിട്ട് അറിയാം, ഗോപിചേട്ടനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടുള്ള കംഫർട്ട് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസും കൂടെയാണ്. അപ്പം ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു അവരുടെ വർക്ക് ഫ്ലോയും അവരുടെ ഒരു പ്രോസസ്സും ഒക്കെ നമ്മൾ ലൈവായിട്ട് കാണുകയാണല്ലോ. അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. ഏത് ജോണറിലുള്ള പാട്ടാണ് പെർഫോം ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? എനിക്കിഷ്ടം ലൈവ് സ്റ്റേജ് ഷോസിലൊക്കെ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു എനർജി ഉള്ള പാട്ടിൽ പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പാട്ടിൽ പാടാൻ ഓൾ കൈൻഡ്സ് ഓഫ് മ്യൂസിക് പാടാൻ ഇഷ്ടമാണ്. എന്റെ വോയിസിൽ പറ്റുന്ന പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. എന്നെ കൊണ്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ തകർക്കുമല്ലേ. ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ കാര്യം പറയും എന്നിട്ട് എന്നെ വീണ്ടും ഇല്ല ഞാൻ പറയില്ല. എനിക്കെന്നെ ബോറടിച്ചു തുടങ്ങി പറഞ്ഞിട്ട്. 2016 ഇത് വർഷം. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 5 വർഷം കഴിഞ്ഞ സച്ചിനെ തന്നെ എവിടെ കാണുന്നു? ഈ ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം അതന്നെ ചോദിക്കണം. സ്റ്റിൽ മേക്കിംഗ് മ്യൂസിക് ഹോപ്പ്ഫുള്ളി. ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കുക, ഇൻഡിപെൻഡന്റ്ലി മ്യൂസിക് ചെയ്യുക, സിംഗിങ്ങും എല്ലാം കുറച്ചുകൂടെ കൂടുതൽ ചെയ്തിട്ടുണ്ടാവണം. സിംഗിങ് കുറച്ചുകൂടെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും, കുറച്ചുകൂടെ ഫിലിംസിന് മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് കുറച്ചുകൂടെ അധികം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാം ഒരേപോലെ ക്യാരി ചെയ്യണം എന്നുള്ള. പിന്നെ കല്യാണമൊക്കെ
കഴിച്ച് സെറ്റിലായി. നമുക്ക് പാട്ടിന്റെ കാര്യം എന്നാ പിന്നെ ജോക്സ് പാട്ട് ഒരു സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്യാനോ? ഡെഫിനറ്റ്ലി അതെന്തായാലും അത് ഇപ്പം വളരെ ചെറിയൊരു സെറ്റപ്പ് വീട്ടിലുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ എല്ലാം ബെറ്റർ ആവും എന്നുള്ളൊരു ഒരു ഹോപ്പാണ്. 5 വർഷം കഴിയുമ്പോൾ പാടുന്ന കാര്യമായാലും കമ്പോസിംഗ് ആയാലും എന്റെ വീട്ടിലെ സ്റ്റുഡിയോ എല്ലാം ബെറ്റർ ആവുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആവുന്നു, എല്ലാം ബെറ്റർ ആവുന്നുള്ളൊരു. അതായത് സിനിമാ സംവിധായകർ കംപ്ലീറ്റ് വിളിക്കണം. ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് മ്യൂസിക് സച്ചിനെ ഏൽപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ട എന്ന് പറയുന്ന ഒരു രീതി അല്ലേ? ഹോപ്പ്ഫുള്ളി യെസ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് മ്യൂസിക്കിന് കൂടുതൽ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ലവ് ടു വർക്ക് മോർ. അപ്പോൾ അതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി എന്റെ ശബ്ദം നല്ലതാണോ? അത് നമ്മൾ തുടങ്ങിയത് അവസാനിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞില്ലേ? ഞാൻ നോന്നാ പറഞ്ഞേ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ കേട്ടില്ല. ഇത്ര നേരം കേട്ടല്ലോ. അപ്പൊ ഇങ്ങനെ വലിയൊരാളാക്കി ആകുമ്പോ ഞാൻ അവസരം ചോദിക്കാനൊന്നും വരില്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. ശാലിനി പാട്ട് പാടുമോ? ഞാൻ നേരത്തെ ചോദിച്ചു, നേരത്തെ എനിക്ക് ആൻസർ കിട്ടിയില്ല, ഇപ്പോഴും എനിക്ക് ആൻസർ കിട്ടണം. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാം. ഒരേ ഉത്തരം തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളൂ, സച്ചിനേക്കാൾ ആവശ്യം ഈ ഷോ കേൾക്കണം എന്നുള്ള എന്റെ ആവശ്യമാണ് ബാക്കിയുള്ളവര്. അന്ന് ഓക്കെ, മൈക്ക് ഓഫ് ചെയ്ത് നമുക്ക് ഒരു ഓഡിഷൻ നടത്താം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് സച്ചിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്ര നേരം സംസാരിച്ചാലും താങ്ക് യു. ഇനി പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത് പിന്നെ കരിയറിലൊക്കെ ഒത്തിരി ദൂരെ പോയി എന്ന് പറഞ്ഞാൽ എന്താ പറയാന്, ഒരു ഹെഡ് പോയിട്ട് എന്റെ ദൈവം വാക്കുകളടങ്ങി പോയിട്ട് നന്നായി വരട്ടെ, അതാണ് നല്ലത്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും എല്ലാം നന്നായി വരട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ വരട്ടെ. സച്ചിൻ, ഇനി സച്ചിന്റെ ലാസ്റ്റ് ടാസ്ക്, ആനന്ദത്തിലെ സച്ചിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഗിറ്റാറിൽ പ്ലേ ചെയ്യാനുള്ള അവസരം. ഷൂട്ട്. വഴി തിളങ്ങുന്നേ, മനമൊരുങ്ങുന്നുണ്ടേ, കൺ തുറക്കുന്നേ, ഇനി ആനന്ദമേ, പിന്നോട്ടു പായും ലോകം നാനാനോ, മുന്നോട്ടു വേഗം പോ